ഏയ്, ഏത് മുഖം കൊണ്ടാ ഇങ്ങോട്ട് കെട്ടിയെടുത്തിരിക്കുന്നത്? ഭീമനെ പോലെ വീരവാദം മുഴക്കി ഇറങ്ങി പുറപ്പെട്ടതാണല്ലോ. തലകുനിച്ചിപ്പോ വന്നിരിക്കുന്നു. ലജ്ജയില്ലേ നിങ്ങൾക്ക്? അവന്റെ തല അരിയാൻ കഴിയുന്നില്ലെങ്കിൽ സ്വന്തം തല മുണ്ടനം ചെയ്യുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. അതിനും കഴിയുന്നില്ലെങ്കിൽ മാളത്തിൽ എവിടെയെങ്കിലും പോയി ഒളിക്ക്. അവന്റെ ബലത്തെ പറ്റിയുള്ള എന്റെ കണക്ക് തെറ്റി. ഇനി മുതല് ഒരാണിന്റെ കൂടെയല്ല, പെണ്ണിന്റെ കൂടെ ദാമ്പത്യം നടത്തിക്കൊള്ളാം ഞാൻ. ഇനി വളയിട്ട് സാരി ഉടുത്ത് നടന്നു. അതുവരെ ഞാൻ ആണുങ്ങളുടെ മുഖത്ത് നോക്കില്ല. രംബേ, അതുവരെ ഇവിടെ ഞാൻ കാലുകുത്തില്ല. ആണാണെന്ന് തെളിയിച്ചു തരും നിനക്ക്. നിക്ക്. ആ വീരനെ പിടികൂടി സദാശിവപുരത്തിലെ നടുത്തെരുവിലിട്ട് അവന്റെ തലയരിഞ്ഞ് കഷണം കഷണമാക്കി അവിടുത്തെ കൊടിച്ചുപട്ടികൾക്ക് ഇട്ടുകൊടുക്ക്. ചെല്ല്. വളരെ ശ്രദ്ധിക്കണം. നമസ്കാരം എസ് പി സാർ. എന്താ സാർ നോക്കുന്നേ? നിങ്ങൾ പോലീസുകാർക്ക് ആവശ്യമുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ആദ്യം നിങ്ങളുടെ അനിയനെ വിളിക്കേ. എസ് പി സാർ വളരെ സീരിയസ് ആണല്ലോ. ശ്രീനി, ഒരു ജ്യൂസ് പറയടാ. അവിടെ ഇരിക്കാം സാർ. ഞാൻ നിങ്ങളുടെ ജ്യൂസ് കുടിക്കാനൊന്നുമല്ല വന്നത്. ആദ്യം നിങ്ങളുടെ അനിയനെ കൊണ്ട് വിളിക്കേ. സാർ ആദ്യമായിട്ട് എന്റെ വീട്ടിൽ വരുന്നല്ലേ? എന്താ ഇത്ര തിടുക്കം? ജ്യൂസ് എവിടെ? എനിക്കെന്താ തിടുക്കം? കൊടുക്കണ്ടവര് കൊടുത്തോളൂ. എടുത്തോളൂ സാർ. സാറോ? എടുത്തോളൂ. എന്റെ വീടുമായിട്ട് ബന്ധമില്ലാത്ത സാറെന്നല്ലേ വിളിക്കണ്ടേ? അതാ അവള് ചെയ്തത്. അവൾ അങ്ങനെ തന്നെ വിളിക്കുന്നത്? എന്നാ സാറിന് തന്നെ പറഞ്ഞൂടെ, എന്റെ മകളും നിന്റെ അനിയനും പ്രേമത്തിലാണ്, അവരുടെ കല്യാണം നടത്തി കൊടുത്താൽ അത് നന്നായിരിക്കുമെന്ന്. പ്രേമിക്കുന്നു എന്നറിഞ്ഞത് ഇപ്പോഴാണല്ലോ. നിങ്ങൾ സമ്മതിച്ച നിലയ്ക്ക് ഇനി വിവാഹം. വിവാഹോ? അതിനാരും സമ്മതിച്ചു? ഇയാള് സമ്മതിച്ചല്ലോ. ഇയാൾ ആരാ സമ്മതിക്കാൻ? അതിനു മുമ്പ് അവിടെ സമ്മതിക്കണം. അവിടെ ആര്? ഇയാളുടെ ഡിയറസ്റ്റ് അനിയത്തി. ഹലോ, കാര്യങ്ങളൊക്കെ ചേട്ടൻ പറയും. എന്താടാ നിനക്ക് തന്നെ പറഞ്ഞൂടെ? എന്നെ കൊണ്ട് പറയിപ്പിക്കണോ? അതെണ്ണ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും അധികപ്പെട്ടായാലോ? ശരി ശരി, തീരുമാനിച്ചടി. എന്നെ ദേഷ്യം പിടിപ്പിച്ചാലുണ്ടല്ലോ, ഞാൻ ഇങ്ങനെ തന്നെ കഴിഞ്ഞു. തമാശ വിടുമോളെ. നിനക്ക് എപ്പ സൗകര്യം അപ്പ ശുഭലഗ്നം, അപ്പ തന്നെ മുഹൂർത്തം. മോളെ, ചിറ്റമ്മയെ കൂടി വിളിച്ചോ? നേരത്തെ വിളിച്ചു കഴിഞ്ഞു. വളരെ സന്തോഷം. ചിത്ര ചിത്ര ചിത്ര, എന്നെടുത്ത് കറക്കട്ടെ. ഈ ആനന്ദം ഞാൻ നിന്നോട് പിന്നെ എങ്ങനെയാ പ്രകടിപ്പിക്കണ്ടേ? എന്നാലും കൊല്ലും ഞാൻ. നിങ്ങള് പ്രേമിക്കുന്നത് എന്നെയല്ല, എന്റെ വയറ്റില് വളരുന്ന നമ്മുടെ കുഞ്ഞിനെയാ. ശ്രീനി, എന്താ? എന്തു പറ്റി? എടാ, പെങ്ങള് വരുന്നുണ്ട്. ഈ വീട്ടിലൊരു ബ്ലേഡ് പോലും കാണാൻ പാടില്ല. ശരി. എടാ, ഈ കാടും പടലൊക്കെ വടിച്ചു കളാ. പോ 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 പോ. താടി പോയത് സാരമില്ല, എന്റെ മീശ മാത്രം അവിടെ ഇരുന്നോട്ടെ ചേട്ടാ. ക്ഷമിക്കടാ, അനിയത്തിക്ക് വേണ്ടി ഞാൻ നിങ്ങളെയൊക്കെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഈ ഗ്രാമത്തിന് വേണ്ടി ജീവിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ജീവിതം ബലിയർപ്പിക്കാൻ വരെ തയ്യാറാണ്. ചേട്ടാ, ചേച്ചിയുടെ കൂടെ ചിറ്റയും വരുന്നുണ്ടോ? ചെറുപ്പത്തിലെ ചിറ്റ നമ്മളെ വിട്ടുപോയതല്ലേ. ചിറ്റ ഇപ്പൊ വിളിച്ചില്ലെങ്കിൽ ശരിയാവില്ല. ഇതുപോലൊരു അവസരം പിന്നീട് ഉണ്ടായെന്ന് വരില്ല. സത്യ, സുഖമാണല്ലോ. ചിറ്റ വന്നിട്ടില്ലേ? വരൂ ചിറ്റേ. ചിറ്റ വന്നതിൽ വളരെ സന്തോഷമുണ്ട്. അല്ല, ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കാം. എന്നെ മാത്രം കെട്ടിച്ചയച്ചാ മതിയോ? ഇയാൾക്ക് വേണ്ടേ? അതല്ലടാ, നീ ഒരു ഡോക്ടറല്ലേ, നിനക്കൊരു ഡോക്ടറെ കിട്ടാൻ ഒരുപാട് സമയം എടുക്കും. അതുകൊണ്ടാ.